هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്തിലടങ്ങിയ വ്യാകരണ പാരായണ നിയമങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിച്ചത്. എന്താണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്? ആ ആയത്തിൽ അടങ്ങിയ മഹത്തായ സന്ദേശം എന്താകുന്നു എന്നാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وَإِنَّ مِنْهَا لَمَا يَهْبِطُ مِنْ خَشْيَةِ اللَّهِ وَمَا اللَّهُ بِغَافِلٍ عَمَّا تَعْمَلُونَ. എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, അങ്ങനെ അവ പാറക്കല്ല് പോലെയായിരിക്കുന്നു. അല്ലെങ്കിൽ കടുപ്പത്തിൽ അതിനേക്കാൾ കൂടുതൽ കാഠിന്യമുള്ളവയത്രേ. നിശ്ചയമായും പാറക്കല്ലുകളിൽ തന്നെയുണ്ട് അരുവികൾ പൊട്ടി ഒഴുകുന്നവ, അവയിൽ തന്നെയുണ്ട് പൊട്ടിപ്പിളർന്ന് അതിലൂടെ വെള്ളം പുറത്തു വരുന്നവയും, അവയിൽ തന്നെയുണ്ട് അള്ളാഹുവിനെ ഭയന്നതിനാൽ വീഴുന്നവയും. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അശ്രദ്ധനൊന്നുമല്ല. ഒരുപാട് അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിഭവങ്ങൾക്കും വിധേയമായ വിഭാഗമാണ് ബനു ഇസ്രായേൽ വിഭാഗം. അനുഗ്രഹങ്ങൾ അവർക്ക് വർദ്ധിക്കുന്തോറും അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയാണുണ്ടായത്. ഒരുപക്ഷെ വലിയ പാറക്കല്ല് അതിനെത്രത്തോളം കാഠിന്യമുണ്ടോ അതിനേക്കാൾ കഠിനമാകുന്ന മനസ്സുകളായിരുന്നു അവരുടേത്. എന്നാൽ പാറക്കല്ലുകളാണെങ്കിൽ പോലും പലപ്പോഴും ആ പാറക്കല്ലുകൾക്കിടയിലൂടെ നദികൾ ഒഴുകുന്നതും വെള്ളം ഉറവുകളായി അതിലൂടെ പുറത്തേക്ക് വരുന്നതും പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കാറുണ്ട്. എന്നാൽ ഒരു നിലക്കും വെള്ളം കിനിയാത്ത കാഠിന്യമേറിയ
മാർദ്ദവം തീരെയില്ലാത്ത ഹൃദയങ്ങളുടെ ഉടമകളായി ഈ വിഭാഗം മാറി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. ഈ ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ മനുഷ്യ ഹൃദയങ്ങളെ ഉദാഹരിക്കുന്നത് ഒരു വലിയ അതികഠിനമായ പാറക്കല്ലിനോടാണ്. ഇവിടെ സുമ്മ ഖസത് ഖുലൂബുക്കും, പിന്നീട് നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, മിൻ ബഅദി ദാലിക, അതിനുശേഷം, ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ, അവ പാറക്കല്ല് പോലെയായിരിക്കുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തതായിരിക്കുന്നു, കാഠിന്യത്തിൽ അതിനേക്കാൾ കടുത്തതായിരിക്കുന്നു. എന്നാൽ പാറക്കല്ലുകളാവട്ടെ അതുപോലെയുള്ള വസ്തുക്കളാവട്ടെ ഒരുപക്ഷെ അവരുടെ ഹൃദയങ്ങളെക്കാളും മാർദ്ദവമേറിയതായിരിക്കാം. അതുകൊണ്ടാണ് വ ഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, ആ കല്ലുകളിൽ അതിൽ നിന്ന് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കല്ലുകളുമുണ്ട് എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ ആ ആയത്തുകളിലൂടെ ചിന്തിക്കുകയും പിന്നീട് അള്ളാഹുവിനെ കുറിച്ച് വലിയ ഭയമുണ്ടായിത്തീരുകയും ഹൃദയം അലിഞ്ഞു പോവുകയും ചെയ്യുന്ന കാഴ്ചകൾ ചരിത്രത്തിൽ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ പ്രമുഖരായിരുന്ന പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായി നാം മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജീവിതവും ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പായി അദ്ദേഹം സ്വീകരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകളും ജീവിതത്തോടുണ്ടായിരുന്ന കാഴ്ചപ്പാടും ചുറ്റുപാടും ഉണ്ടായിരുന്ന മനുഷ്യരോടുള്ള അദ്ദേഹത്തിന്റെ നയങ്ങളും നിലപാടുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിക്രൂരനെന്നും വലിയ കോപത്തിന്റെയും അതിക്രമത്തിന്റെയും ഒക്കെ വക്താവെന്നും അറിയപ്പെട്ടിരുന്ന ഉമർ ഇസ്ലാം ആശ്ലേഷിക്കുന്നതോടുകൂടി വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നതോടുകൂടി ആ ഹൃദയത്തിനുണ്ടായ മാറ്റം എപ്രകാരമായിരുന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വ ഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അരുവികളിൽ അതിന്റെ ഇടയിലൂടെ നദികൾ പൊട്ടിയൊഴുകുന്ന തരത്തിലുള്ള കല്ലുകളുണ്ട്. വ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, അവയിൽ തന്നെ പൊട്ടിപ്പിളർന്ന് അതിലൂടെ വെള്ളം പുറത്തു വരുന്നവയുമുണ്ട്. അല്ലാഹുവാണ് മനുഷ്യന്റെ ഹൃദയത്തെ സംവിധാനിച്ചിട്ടുള്ളവൻ. ആ ഹൃദയത്തിലേക്ക് സത്യത്തിന്റെ പ്രകാശം കടന്നു ചെല്ലുമ്പോൾ അതെത്ര തന്നെ കഠിനമുള്ളതായിരുന്നാലും ശരി, അതിനലിവുണ്ടായിത്തീരുന്നു. അത് മാറി മറ്റൊരു രൂപത്തിലേക്കത് ആയിത്തീരുന്നു. ഇതെല്ലാം സംവിധാനിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഹൃദയത്തിന്റെ സ്വഭാവവും അത് തന്നെയാണ്. എത്രയെത്ര കഠിനന്മാരായ അതിശക്തന്മാരായ ആളുകൾക്ക് സത്യപ്രകാശത്തിലൂടെ അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശങ്ങളിലൂടെ അവർക്ക് എത്ര മാറ്റമുണ്ടായി എന്നത് ധാരാളം നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ അനുഗ്രഹങ്ങൾ ധാരാളം കണ്ടിട്ടും
ഒരു നിലക്കും മാറ്റം വരാത്ത ബനു ഇസ്രായേൽ വിഭാഗത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ കല്ലുകളെക്കാളും എത്രയോ കഠിനമായിരുന്നു അവരുടെ ഹൃദയങ്ങൾ. ഒരു നിലക്കും വെള്ളമൊഴുകാത്ത, വെള്ളം പൊട്ടിപ്പിളർന്ന് അതിലൂടെ വെള്ളം പുറത്തു വരാത്ത, വെള്ളത്തിന്റെ യാതൊരു തരത്തിലുമുള്ള അടയാളം പോലുമില്ലാത്ത ഹൃദയങ്ങളായിരുന്നു ബനു ഇസ്രായേൽ വിഭാഗത്തിൻ്റെതെന്ന്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയന്നതിനാൽ കീഴ്പോട്ട് വീഴുന്നവയും അതിലുണ്ട് എന്ന്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അശ്രദ്ധനൊന്നുമല്ല. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു. നിങ്ങളുടെ നിഷേധത്തെ കാണാത്തവനല്ല അവൻ. അനുഗ്രഹങ്ങളോടുള്ള നിങ്ങളുടെ സമീപനത്തെക്കുറിച്ച് അറിയാത്തവനല്ല അവൻ. അവനെല്ലാം വീണ്ടും വീണ്ടും വാരിക്കോരി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. എത്രത്തോളം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭ്യമാകുന്നുവോ, അതിന് എത്രത്തോളം നിങ്ങൾ നിഷേധിക്കുന്നുവോ, അതിനനുസരിച്ച് നിങ്ങൾക്കുള്ള ശിക്ഷ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ബനു ഇസ്രായേൽ വിഭാഗത്തെക്കുറിച്ചാണ് ഈ ആയത്ത് എങ്കിലും ജീവിക്കുന്ന സമൂഹത്തിന് ധാരാളം മാതൃകയുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് നൽകിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അതും മറന്നു പോകുന്നവനല്ല, അറിയാതെ പോകുന്നവനല്ല, ഒന്നും അറിയാത്തവനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന കാര്യം നമ്മെ കൂടി അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി കടന്നു വരുന്നതിന് മുമ്പ് വ്യത്യസ്ത ഗോത്രങ്ങളായി, വ്യത്യസ്ത വിഭാഗങ്ങളായി തമ്മിൽ തല്ലി, തലതല്ലി കീറി, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കടിച്ച് കഴിഞ്ഞിരുന്ന വിഭാഗമായിരുന്നു. അത്തരത്തിലുള്ള ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ യുദ്ധങ്ങൾ നടത്തിയിരുന്ന ആളുകളെ എങ്ങനെയാണ് അവരുടെ ഹൃദയങ്ങൾക്ക് ഐക്യമുണ്ടാക്കിയത്? അള്ളാഹുവിന്റെ അനുഗ്രഹമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിരുന്നത്. ആ അനുഗ്രഹത്തോട് മുസ്ലിം സമുദായം കാണിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും അറിയാതെ പോകുന്നില്ല. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകുവാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. വദ്കുറു ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ ശത്രുക്കളായിരുന്ന സന്ദർഭം അത് നിങ്ങൾ ഓർത്തു പോകുക. പരസ്പരം ശത്രുതയിലായിരുന്ന ആ കാലഘട്ടത്തെ നിങ്ങൾ സ്മരിക്കുക. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഇണക്കമുണ്ടാക്കി തന്നവനാകുന്നു അല്ലാഹു. അല്ലാഹുവാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇണക്കമുണ്ടാക്കിയത്. നിങ്ങൾ സഹോദരന്മാരായി മാറിയത്, ഒരു സമൂഹമായി ഏകോദര സഹോദരന്മാരായി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായത് അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു നിങ്ങൾ സഹോദരന്മാരായി മാറിയത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് അല്ലാഹു നൽകിയ മുസ്ലിം സമുദായത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് നൽകിയ സാഹോദര്യം, അവർക്കിടയിലുള്ള സ്നേഹം, അവർക്കിടയിലുള്ള ഐക്യം നിസ്സാര കാര്യങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണമായി തീരുവാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം തന്നെ മഹാന്മാരായ ഖലീഫമാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുണ്ടായ അനൈക്യ പ്രവണതകളെ കുറിച്ച് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ അസൂയകൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് വീർപ്പിക്കുകയും അത് വലുതായി തീരുകയും അത് പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്ക്, വലിയ വലിയ യുദ്ധങ്ങളിലേക്ക് പോലും മുസ്ലിം സമുദായത്തെ കൊണ്ടെത്തിക്കുകയും യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ സന്ദേശം ഉൾക്കൊണ്ടിരുന്ന, യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉൾക്കൊണ്ടിരുന്ന സമൂഹത്തിൽ അത് എത്രമാത്രം വേദനാജനകമായ സംഭവങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ഈ വിശുദ്ധ ഖുർആൻ എന്ന പാശത്തിലൂടെ
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തരുന്ന മാതൃകാപരമായ ജീവിതത്തിലൂടെ ഈ സമുദായത്തെ ഏകോപിപ്പിക്കുവാനായിരുന്നുവെങ്കിൽ ആ സമുദായത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കടിക്കുകയും പരസ്പരം പോരടിക്കുകയും അങ്ങനെ പരസ്പരം തെറി പറയുകയും ചെയ്യുന്ന അവസ്ഥകളിലേക്ക് ഈ സമുദായം മാറിക്കൊണ്ടിരിക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്ന യഥാർത്ഥത്തിലുള്ള സലഫുകളുടെ പാതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് പോവുകയും തെറി പറയുവാൻ വേണ്ടി പ്രബോധന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘടനാപരമായ അല്ലെങ്കിൽ സാമൂഹ്യമായി നിലനിൽക്കേണ്ടുന്ന സംവിധാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടി എവിടെ നിന്നൊക്കെയോ ചില ഉപദേശങ്ങൾ ലഭിച്ചുകൊണ്ട് നമുക്കിടയിൽ ഫിത്തനകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ നാം മറന്നു പോകരുത്. എത്രത്തോളം സന്തോഷത്തോടുകൂടി ആദർശപരമായ ഐക്യത്തോടുകൂടി ഒരുമിച്ച് നീങ്ങിയിരുന്ന ആളുകൾക്കിടയിലേക്ക് ശത്രുതയുടെ വിഷാംശങ്ങൾ അതല്ലെങ്കിൽ പരസ്പരമുള്ള പകയുടെ വിഷാംശങ്ങൾ ചെലുത്തിക്കൊണ്ട് അവരെ അനൈക്യപ്പെടുത്തുവാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ തിരിച്ചറിയുകയും അതിനെതിരെ ജാഗ്രതയോടുകൂടി നിലനിൽക്കുകയും ദഅവത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തത്തെ അതിനെ ശരിയായ രൂപത്തിൽ നോക്കിക്കണ്ടുകൊണ്ട് അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുവാൻ ഈ സന്ദർഭത്തിൽ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, അവയിൽ തന്നെയുണ്ട് അള്ളാഹുവിനെ ഭയന്നതിനാൽ കീഴ്പോട്ട് വീഴുന്നവയും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയർന്നുകൊണ്ട് അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി നാം കൃത്യമായും വിഷയങ്ങളെ സമീപിക്കുകയും അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുകയും ചെയ്യേണ്ടതുണ്ട്. ബനു ഇസ്രായേൽ വിഭാഗത്തിന് സംഭവിച്ചതുപോലെയുള്ള ദുർഗതി നമുക്കൊരിക്കലും ഉണ്ടായിത്തീരുവാൻ പാടുള്ളതല്ല എന്ന കാര്യം ഈ സന്ദർഭത്തിൽ നാം സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം നൽകുന്ന വിശദീകരണത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുക, അതൊന്ന് വായിക്കുക. അത് വായിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ പല വചനങ്ങളിലുമായി പ്രസ്താവിച്ചതുപോലെയുള്ള എത്രയോ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും വളരെയേറെ ദൃഷ്ടാന്തങ്ങൾ കണ്ടനുഭവിക്കുകയും ചെയ്തിട്ട് പിന്നെയും അവരുടെ ഇസ്രായേലിയരുടെ ഹൃദയങ്ങൾക്ക് പരിവർത്തനം വരാത്തതിനെക്കുറിച്ചുള്ള ഒരു പ്രതിഷേധമാണ് ഈ വചനം. ഇതൊക്കെയായിട്ടും നിങ്ങൾക്ക് മാനസാന്തരം വരാതിരിക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങൾ പാറക്കല്ല് പോലെ ഉറച്ച് കടുത്തുപോയിരിക്കുകയാണ്. സതുപദേശങ്ങളാവട്ടെ താക്കീതുകളാകട്ടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. സത്യത്തെയും സന്മാർഗത്തെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുമില്ല. സ്വന്തം രക്ഷാമാർഗങ്ങളെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നുമില്ല. വാസ്തവത്തിൽ പാറക്കല്ല് പോലെ എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ കടുത്തതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പാറക്കല്ലുകളിൽ പോലും കുറെയൊക്കെ അയവും ചലനവും ഉണ്ടാകാറുണ്ട്. ചില പാറക്കല്ലുകളുടെ ഉള്ളിൽ നിന്ന് നീരുറവുകളും അരുവികളും ഒഴുകാറുണ്ട്. ചില കല്ലുകൾ പൊട്ടിപ്പിളർന്ന് അതിലൂടെ വെള്ളം പുറത്തു വരാറുണ്ട്. വേറെ ചിലത് മുകളിൽ നിന്ന് താഴോട്ട് വീഴാറുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളാകട്ടെ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കാതെ തികച്ചും നിശ്ചേഷ്ടങ്ങളായിരിക്കുകയാണ്. കഷ്ടം. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങളുടെ ചെയ്തികളൊന്നും തന്നെ അല്ലാഹു അറിയാതെയോ വീക്ഷിക്കാതെയോ പോകുന്നില്ല. ഇതിന്റെയൊക്കെ പ്രതിഫലം അവന്റെ പക്കൽ നിന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് സാരം. പാറക്കല്ലുകളിൽ നിന്ന് അരുവികളും ഉറവുകളും ഒഴുകുന്നതും പുറത്തു വരുന്നതും വമ്പിച്ച പാറകൾ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങുകയും ഉരുണ്ടുമറിയുകയും ചെയ്യുമെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ അള്ളാഹുവിനെ ഭയന്നത് നിമിത്തം മിൻ ഖശിയത്തില്ലാഹി കീഴ്പോട്ട് വീഴുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? പാറക്കല്ലുകൾക്ക് ബുദ്ധിയും മനസ്സുമില്ലല്ലോ എന്ന് ചോദിച്ചേക്കാം. ഇതിന് ഒന്നിലധികം പ്രകാരത്തിൽ മറുപടി പറയപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഖുർആനിൽ തന്നെ ഇതിന് മറുപടി നിൽക്കുന്ന സ്ഥിതിക്ക് വേറെ അഭിപ്രായങ്ങൾ ആരായേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ വചനമാണ്. 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും
അവന് തസ്ബീഹ് നടത്തുന്നു. ഒരു വസ്തുവും തന്നെ അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്താതെയില്ല. എങ്കിലും അവരുടെ തസ്ബീഹ് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. ഓരോ വസ്തുവിലും അതതിന് അനുയോജ്യമായ ചില ബോധങ്ങളും ഗുണങ്ങളും അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ പാറക്കല്ലുകളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നതും അവയിൽ അവൻ നിക്ഷിപ്തമാക്കി വച്ചിരിക്കുന്നതുമായ പ്രത്യേകതകൾ എന്തോ അത് അവയിൽ നിന്ന് പ്രകടമാകുമെന്ന് മനസ്സിലാക്കാം. അത് എങ്ങനെയാണ്, ഏത് പ്രകാരത്തിലാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ, അള്ളാഹുവിനെ അറിയുകയുള്ളൂ. ഏതായാലും ചിലർ ധരിക്കുന്നത് പോലെ വെറും ഒരു അലങ്കാരവാക്കായി അതിനെ അവഗണിച്ചുകൂടാ. ഈ ആയത്തിൽ പറഞ്ഞ പാറക്കല്ലുകളെ സംബന്ധിച്ചിടത്തോളമുള്ള അതിന്റെ സ്വഭാവ ഗുണങ്ങൾ, അത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കീഴ്പോട്ട് വീഴുന്നു എന്നൊക്കെ പറയുന്നത് കേവലം ഒരു അലങ്കാരമായിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത്. മറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏഴാകാശങ്ങളും അതുപോലെ തന്നെ ഭൂമിയും അവന് സ്തോത്ര കീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലുള്ള എല്ലാ വസ്തുക്കളും അതിൽ എല്ലാ വസ്തുക്കളും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ തസ്ബീഹ് എങ്ങനെയാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഈ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളെക്കുറിച്ചാണ്. എത്രയെത്ര അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്രയെത്ര നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊക്കെ നാം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയാകുന്നു, എത്രത്തോളം അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള വസ്തുക്കളെ ഉപയോഗിക്കുമ്പോൾ, അതോടൊപ്പം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്നു എന്ന കാര്യം നാം മറന്നു പോകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സ്വയം തിരുത്തുവാനും സ്വയം തിരിച്ചറിയുവാനും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിലൂടെ സഞ്ചരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ ഈമാൻ പ്രവർത്തിക്കേണ്ടത്. തെറ്റുകളിലേക്ക് പോവാതെ ജീവിക്കുക എന്നത് മനുഷ്യന് അസാധ്യമാണ്. കാരണം അത് മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു ഗുണമാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് അത് തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാകുന്നു. അതിന്റെ സ്വഭാവം അങ്ങനെയാകുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുല്ലു ബനി ആദമ ഖത്താഊന വഖൈറുൽ ഖത്താഈന തവ്വാബൂന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ കുല്ലു ബനി ആദമ, ആദമിന്റെ സന്തതികളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാകുന്നു. എന്നാൽ തെറ്റ് ചെയ്യുന്നവർ ആ തെറ്റിനെ തിരിച്ചറിഞ്ഞ് തിരുത്തി അതിനെ കഴുകിക്കളഞ്ഞ് യഥാർത്ഥമായ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്താപം നടത്തി അതിനെ കഴുകിക്കളയുകയാണ് വേണ്ടത്. അങ്ങനെയുള്ളവരാണ് ഏറ്റവും നല്ല, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്നാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, ഈമാൻ, അത് നാം വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, ഇത് വർദ്ധിപ്പിക്കുവാനുള്ള മാർഗം അള്ളാഹുവിന്റെ വചനങ്ങൾ ധാരാളമായി പാരായണം ചെയ്യുകയും അതിൽ ഉൾക്കൊള്ളുന്ന ആയത്തുകളും സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്യുക. അതാകുന്നു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള മാർഗം. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓരോന്നും ചിന്തിക്കുകയും യഥാർത്ഥത്തിൽ അള്ളാഹു പരലോകത്ത് നിശ്ചയിച്ചിട്ടുള്ള, ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നരകത്തിന്റെ ഭീകരതയെക്കുറിച്ചുമുള്ള ചിന്തകൾ നമ്മുടെ മനസ്സുകളിലേക്ക് നാം കൊണ്ടുവരിക. മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കുക. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ വചനം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. എപ്പോഴും എല്ലാ ആസ്വാദനങ്ങളുടെയും അന്ധകനായി കടന്നു വരുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അതിന്റെ ചിന്ത വർദ്ധിപ്പിക്കുക എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച്, ഖബറിലുള്ള ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുക. എപ്രകാരമായിരിക്കും അവിടെ എന്നതിനെക്കുറിച്ച്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ജീവിതമാണ് നാം ജീവിച്ചതെങ്കിൽ എത്രത്തോളം ഭയാനകമായിരിക്കും നമ്മുടെ ഖബറിലെ ജീവിതം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെ ഹൃദയങ്ങളെ നന്നാക്കിയെടുക്കുവാനും ഹൃദയങ്ങളെ മാർദ്ദവം ഏറിയതാക്കുവാനും
അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അവനിൽ വിശ്വാസമുള്ള, ഈമാനുള്ള, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന, അതോടൊപ്പം തന്നെ ഖബർ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള, അള്ളാഹുവിന്റെ ശിക്ഷകളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള, അതിൻ്റെ അവസ്ഥകളെക്കുറിച്ച് കൃത്യമായും പഠിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അതിലൂടെ ജീവിതത്തെ വിമലീകരിക്കുവാനും ജീവിതത്തിൽ നല്ല മനുഷ്യരായി ജീവിക്കുവാനും വാക്കിലും പ്രവൃത്തിയിലും അതോടൊപ്പം തന്നെ ക്ഷമയിലും സ്ഥൈര്യത്തിലും എല്ലാം യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവം കാണിക്കുന്ന രൂപത്തിലേക്ക് നാം മാറിത്തീരുകയും ചെയ്യുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ജീവിക്കുന്ന സമൂഹം എന്നുള്ള നിലക്ക് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നാം ഒരാൾ കാരണം ഒരാൾക്ക് യഥാർത്ഥ ഹിദായത്ത് ലഭ്യമാവുകയാണെങ്കിൽ അതിനെത്രത്തോളമാണ് അതിന്റെ പ്രതിഫലം എന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നാം മറ്റുള്ളവർക്ക് കൂടി ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെയുള്ള വലിയ അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ഈ നാം ഒരു സഹോദരങ്ങളാകുന്നു. സഹോദരങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ സാഹോദര്യം വളർത്തിയെടുക്കുകയും സ്നേഹം വളർത്തിയെടുക്കുകയും ഐക്യം വളർത്തിയെടുക്കുകയും അങ്ങനെ ഒറ്റക്കെട്ടായി നീങ്ങി സമൂഹത്തിൽ ഒരു ഉത്തമ സമുദായമായി മാറുകയും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല ഉത്തമരായ മനുഷ്യരായി തീരുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ വിശുദ്ധ ഖുർആൻ പഠനത്തിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മാതൃകയാക്കുന്നതിലൂടെയും നമുക്ക് ഉയരാൻ സാധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ നമ്മെ വളർത്തുകയും നല്ല രൂപത്തിൽ ജീവിക്കുകയും നല്ല രൂപത്തിൽ മരണത്തെ ആശ്ലേഷിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.